ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭയപ്പെട്ടവരായിരിക്കും നമ്മൾ പലരും. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന ഭയം നമ്മൾ വലുതാകുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളിലെ ഈ ഭയവും വലുതാകുന്നു എന്നുണ്ടെങ്കിൽ അത്തരം കണ്ടീഷൻ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നതും ഫിയറും ഫോബിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നമുക്ക് എങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ഇതിനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ഭയം എന്താണ് അല്ലെങ്കിൽ ഫിയർ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ചില സാഹചര്യങ്ങളോടോ വസ്തുക്കളോടോ വ്യക്തികളോടോ നമുക്ക് ആവശ്യമില്ലാത്ത ഭയം ഉണ്ടാവാം. പക്ഷെ അവരുമായിട്ട് നമ്മൾ ഒരു പക്ഷേ സഹകരിച്ച് വരുമ്പോൾ നമുക്ക് ആ ഭയം മാറാം, അല്ലെങ്കിൽ ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുന്ന സമയത്ത് നമുക്ക് ആ ഭയം മാറാം, അല്ലെങ്കിൽ ആ വസ്തുവുമായിട്ട് നമ്മളൊരു സമ്പർക്കത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഭയം ഇല്ലാതെയാവാം. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ആ വസ്തുവുമായിട്ട് ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ ആ വസ്തുവുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുമ്പോഴൊക്കെ തന്നെ മാറുന്ന ഭയം, കോമൺ ആൻഡ് നോർമൽ റിയാക്ഷൻ എന്ന് പറയാം. ഇതിനെയാണ് ഫിയർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന ഭയം എക്സ്ട്രീം ആവുന്ന അവസ്ഥയുണ്ട്. വ്യക്തിയോടോ ഒരു സന്ദർഭത്തോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ ഒക്കെയുള്ള എക്സസീവ് ഫിയർ വരുന്ന അവസ്ഥ, ഇതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഭയങ്ങൾ നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് നമ്മളോടൊപ്പം വലുതാകുകയും അതോടൊപ്പം തന്നെ ആ ഒരു അവസ്ഥ നമ്മൾ ശാരീരികമായും മാനസികമായും കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ് അത് ഫോബിയ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ എല്ലാം ഫിയറും ഫോബിയ ആണോ? അല്ല. അപ്പോൾ ഫോബിയയും ഫിയറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഫിയറിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവാം. പക്ഷേ അതിന്റെയൊക്കെ ഒരു എക്സ്ട്രീം കണ്ടീഷനാണ് ഫോബിയ എന്ന് പറയുന്നത്. ചിലർക്കെങ്കിലും ഇരുട്ടിനെ ഭയങ്കര ഭയം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ചിലർക്ക് മാരേജിനോടും ലവ് റിലേഷൻഷിപ്പിനോടും ഓവർ ആയിട്ടുള്ള ഭയമായിരിക്കും, ഇനി കല്യാണം കഴിക്കേണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചിലന്തിയെ ഭയമായിരിക്കും, ചിലർക്ക് നീഡിൽസ് ആയിരിക്കും, അതായത് ഇഞ്ചക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടായിരിക്കും ഭയങ്കര ഭയം. അതുപോലെ പല പല സാഹചര്യങ്ങൾ, ഉയരങ്ങളെ പേടിയുള്ളവരുണ്ടായിരിക്കാം, ഫ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, പറക്കുന്ന കാര്യങ്ങൾ, വിമാനത്തിൽ കയറാൻ ഭയക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങളിലൂടെ പോകുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഭയങ്ങൾ നമ്മൾ യഥാസമയം കണ്ടെത്തി അതിനെ കളിയാക്കി വിടാതെ അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെന്റിലോട്ട് നമ്മൾ കടക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവരെയും സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് മടക്കിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതെന്തൊക്കെയെന്നാണ് ഞാൻ അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിലാദ്യത്തേതെന്ന് പറയുന്നത്, നമ്മളിൽ ചിലർക്കെങ്കിലും ഇരുട്ടിനെ ഭയങ്കര ഭയമായിരിക്കും അല്ലെ? ഇരുട്ടെന്ന അവസ്ഥയല്ല ശരിക്കും നമുക്ക് ഭയം, ഇരുട്ടിൽ എന്താണ് ഉള്ളത് എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം പകലുള്ള കാര്യങ്ങൾ തന്നെയാണ് രാത്രിയിലും ഉള്ളതെന്നുള്ളത്. പക്ഷേ ഈ രാത്രി സമയത്ത് നമുക്ക് ഇരുട്ടത്തൂടെ ഒറ്റയ്ക്ക് പോകാനോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാലൊച്ച കേട്ടാലോ, എന്തെങ്കിലും സാധനങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിഴൽ കണ്ടാലോ നമുക്ക് ആകെ ഭയമാണ്. അവിടെ ആരോ ഉണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭയം. ഈ ഭയം നമ്മൾ ആ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് അല്ലെങ്കിൽ അവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ ആ ഒരു അവസ്ഥയെ ഭേദിക്കുന്ന ഒരു സമയമുണ്ട്. അതല്ലാതെ തന്നെ ഇതിനെ ഓവറായിട്ട് എക്സസീവ് ആയിട്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫിയർ വരുമ്പോഴാണ് അത് ഫോബിയയിലേക്ക് മാറുന്നത്. ഇങ്ങനെ ഇരുട്ടിനെ ഏറെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഇരുട്ടിനോടുള്ള എക്സസീവ് ഫിയർ എന്ന കണ്ടീഷനെയാണ് നമ്മൾ വിളിക്കുന്നത് നിക്റ്റോഫോബിയ. അപ്പൊ നിക്റ്റോഫോബിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിനെ ഏറെ ഭയപ്പെടുന്ന അവസ്ഥയാണ്. നൈറ്റ് എന്ന അർത്ഥം വരുന്ന നിക്റ്റോ എന്ന ഗ്രീക്ക് വേർഡ്, നിക്റ്റോ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു നിക്റ്റോഫോബിയ ഡിറൈവ് ചെയ്ത് വരുന്നതും ഈ ഫോബിയക്ക് നിക്റ്റോഫോബിയ എന്ന പേര് വരുന്നതും ഒക്കെ. ഫിയർ എന്ന അർത്ഥം വരുന്ന ഫോബോസ് എന്ന വേർഡിൽ നിന്ന്, ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫോബിയ എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്. ചിലർക്കെങ്കിലും ഉയരങ്ങളോട് ഭയം ഉണ്ടായിരിക്കും, ഉയരത്തിലേക്ക് പോകാനും ഒക്കെ തന്നെ ഭയമായിരിക്കും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉയരത്തോടുള്ള ഭയമല്ല, ഇനി ഉയരത്തിലേക്ക് പോയാൽ താഴേക്ക് താൻ വീണു പോകുമോ എന്നുള്ളൊരു ഭയമാണ് ഉയരങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു വസ്തുത. പക്ഷേ ഇത് വെറും ഒരു ഫിയർ ആണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഉയരങ്ങളിലേക്ക് ഒരു തവണയെങ്കിലും കീഴ്പ്പെടുത്താൻ അവസരങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥ നമ്മൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഇത്തരത്തിലുള്ള ഉയരങ്ങളോടുള്ള പേടി മാറുകയാണെങ്കിൽ ഇത് സാധാരണ ഫിയർ ആയിട്ട് പറയാം. പക്ഷേ നമുക്ക് ആ ഒരു ഭയം വിട്ടു മാറുന്നില്ല, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഭയമാണ് ഉയരങ്ങൾ അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് പോകാൻ എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കുക. അത്തരത്തിൽ ഉയരങ്ങളെ ഭയപ്പെടുന്ന ഫോബിയയെ വിളിക്കുന്ന പേരാണ് അക്രോഫോബിയ. ഉയരങ്ങളെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് അക്രോഫോബിയ എന്ന് പറയുന്നത്. സബ്മിറ്റ് അല്ലെങ്കിൽ ഹൈ പോയിന്റ് എന്ന മീനിങ് വരുന്ന അക്രോൺ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു ഫോബിയയുടെ നെയിം ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പുതിയ പുതിയ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഇടപഴകാനും ഒക്കെ ഇഷ്ടമാണ്. ഈ ആൾക്കാരെ ഒക്കെ ഇഷ്ടമാണെങ്കിലും അതിൽ കുറച്ചു പേർക്കെങ്കിലും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ ഭയങ്കര വിഷമമുള്ള ആൾക്കാരും ഉണ്ട്. അവർക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അത് ആൾക്കാരെ കാണുന്നത് കൊണ്ടോ ഇടപഴകുന്നത് കൊണ്ടോ ഉള്ള ഒരു അനിഷ്ടമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി തങ്ങളെ ഒരു പക്ഷേ അവർ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ തങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തികൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ, അവർ റിജക്ട് ചെയ്താലോ, ആ ഒരു
റിജക്ഷൻ എന്ന കാര്യത്തെ ഭയപ്പാടോടെ കാണുന്നത് കൊണ്ടാണ് അത്തരക്കാർക്ക് മറ്റുള്ളവരോട് ഇടപഴകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. നമ്മളിൽ ചിലർ അല്ലെങ്കിൽ പറയുന്ന കേട്ടിട്ടില്ലേ, അവൻ അല്ലെങ്കിൽ അവൻ ചാറ്റിങ്ങിൽ കേമിയാണ് അല്ലെങ്കിൽ കേമനാണ്, പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ചാറ്റ് ചെയ്യുന്ന ആളാണെന്ന് പോലും പറയില്ല എന്നൊക്കെ ആരെങ്കിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരക്കാരുടെ ഒരു കാര്യം അതാണ്, അവരുടെ കംഫർട്ട് സോണിൽ അവർ കംഫർട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു പൊതുമധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഒരു സർക്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവര് ഒറ്റയ്ക്കുള്ളപ്പോഴുള്ള ഒരു ക്യാരക്ടറെ ആയിരിക്കില്ല. ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെയാണ് ആന്ത്രപ്പോഫോബിയ എന്ന് പറയുന്നത്. ആന്ത്രപ്പോഫോബിയ ഉള്ളവര് എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചെറിയ ലോകം ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനായിരിക്കും അവർ കൂടുതലും ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ സോഷ്യലി അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് അവരെപ്പോഴും ഒരു അകലം പാലിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ ഒരു ആന്ത്രപ്പോഫോബിയ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയൊരു സർക്കിൾ ഓഫ് പീപ്പിൾ ഉള്ളയിടത്ത് ഇവർക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അതുകൊണ്ടാണ് പലർക്കും കല്യാണങ്ങൾ അതുപോലെയുള്ള പലതരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് അവരൊരു വിമുഖത കാണിക്കുന്നതിന്റെ കാരണവും അതുകൊണ്ടാണ്. ഹ്യൂമൻ എന്നർത്ഥം വരുന്ന ആന്ത്രപ്പോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആന്ത്രപ്പോഫോബിയ എന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി ചില ആൾക്കാർക്ക് ഒരു ലവ് റിലേഷൻഷിപ്പിലോട്ട് കടക്കാനായിട്ട് താല്പര്യമില്ല എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനും ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ അവർക്ക് ഒരാളുമായിട്ട് ക്ലോസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്ലോസ് ആവാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ഈ പറഞ്ഞ പോലെ അവർക്ക് സ്നേഹിക്കാനോ അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാനോ സ്വീകരിക്കാനോ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ഇനിയെങ്ങാനും അങ്ങനെ ഒരു ക്ലോസ് ആയി കഴിഞ്ഞാൽ അവരുമായിട്ട് ഒരു പ്രണയബന്ധത്തിലായി പോകുമോ എന്നുള്ള ഒരു എക്സസീവ് ഫിയർ. ഈ ഒരു അവസ്ഥയെയാണ് ഫിലോഫോബിയ എന്ന് പറയുന്നത്. ഫിലോഫോബിയ കണ്ടീഷൻ ഉള്ളവർക്ക് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ തന്നെ പെട്ടെന്ന് തന്നെ 8 നില പൊട്ടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ലവിംഗ് എന്ന മീനിങ് ഉള്ള ഫിലോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിലോഫോബിയ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ കേട്ടിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും, എനിക്ക് കമ്മിറ്റഡ് ആവാൻ തീരെ താല്പര്യമില്ല, എനിക്ക് മാരേജിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ഇത്തരം അവസ്ഥകൾ, അതായത് കമ്മിറ്റഡ് ആവാനും വെഡിങ്ങിനോടും അല്ലെങ്കിൽ ഒരു മാരേജിനോടൊക്കെ ഉള്ള ഓവർ എക്സസീവ് ഫിയറിനെ വിളിക്കുന്നതാണ് ഗ്യാമഫോബിയ എന്ന് പറയുന്നത്. മാരേജ് എന്ന മീനിങ് വരുന്ന ഗ്യാമസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഗ്യാമഫോബിയ എന്ന് പറയുന്ന ഈ ഒരു ഫോബിയ നെയിം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. കമ്മിറ്റഡ് ആവാനും മാരേജ് ലൈഫിനോടും ഇത്തരക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയമായിരിക്കും. പല കാര്യങ്ങളും നമുക്ക് വീണ്ടും ശ്രമിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു ശ്രമം നമ്മൾ നടത്താറില്ല. എന്താണ് അതിന് കാരണം? അതായത് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളാണ് മിക്കപ്പോഴും നമ്മളെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിറകോട്ട് വലിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുറെ ആൾക്കാർക്ക് പരാജയത്തെ ഭയപ്പാടോടെ കാണുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോൾ ചില മോട്ടിവേഷനോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ വളരെ സ്ട്രെങ്തോടുകൂടി ആ ഒരു പരാജയത്തെ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഓവർകം ചെയ്യുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട്. അവരെയല്ല കേട്ടോ, വിജയിക്കില്ല എന്ന് അവരുടെ മനസ്സ് പറയുന്ന ഒരു കാര്യവും അവർ ചെയ്യാനായിട്ട് വരില്ല. അങ്ങനെ ഉണ്ടാവുന്ന എന്തെങ്കിലും സാഹചര്യം അവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നാൽ ഒന്നുകിൽ അവർ സമയം നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തെ അവർ ഒഴിവാക്കുകയോ ഒക്കെയാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. ഇത്തരത്തിൽ പരാജയങ്ങളെ ഭയക്കുന്ന അവസ്ഥയാണ് ആറ്റിക്കിഫോബിയ എന്ന് പറയുന്നത്. ആറ്റിക്കിഫോബിയ ഉള്ളവർക്കുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതൊരു കാര്യവും ചെയ്യുന്നത് പരാജയപ്പെടുമോ എന്നുള്ള ഒരു എക്സസീവ് ഫിയർ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് നമ്മളിൽ പലരും ചിലപ്പോൾ ലീഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാവാം അല്ലെ. ഒരു സാധാരണ ഭയത്തിനപ്പുറത്തേക്ക് ഇതുപോലുള്ള എക്സസീവ് ഫിയർ നേരിടേണ്ടി വരുന്ന അവസ്ഥ നിസാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. എക്സ്പോഷർ തെറാപ്പി അതുപോലെ റിലാക്സേഷൻ ടെക്നിക്സിലൂടെയൊക്കെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഫോബിയാസിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സമയം പ്രധാനമാണ് എന്ന് മാത്രം. ഇത്തരത്തിലുള്ള ഭയമൊക്കെ തന്നെ കുറച്ച് ഇവരെയൊക്കെ തന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സാധാരണ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടത് കൂടെയുള്ളവരുടെ പിന്തുണ തന്നെയാണ്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ നമ്മളോട് വന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ കളിയാക്കി വിടാതെ നിനക്ക് വട്ടാണ് ഇതൊന്നും അല്ല എന്നുള്ള കാര്യത്തിൽ, അതായത് നിസ്സാരവൽക്കരിക്കാതെ അവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ യഥാസമയത്ത് അതിനൊരു ഉപദേശം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരെയും നമുക്ക് ചേർത്ത് നിർത്താം. ഒപ്പം തന്നെ ആ അവസ്ഥ തരണം ചെയ്യാനായിട്ടുള്ള ധൈര്യം നമുക്ക് അവർക്ക് നൽകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന വിശ്വാസത്തോടെ മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.